ഇന്ത്യയുടെ വിദേശ നയതന്ത്ര ചരിത്രത്തിലും സാമ്പത്തിക ഭൂപടത്തിലും സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് ഗൾഫ് സഹകരണ കൗൺസിലുമായി സ്വതന്ത്ര വ്യാപാര കരാറിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലുക്ക് വെസ്റ്റ് നയത്തിന്റെ ഏറ്റവും വലിയ വിജയമായി നീക്കത്തെ വിലയിരുത്താം. ഏതാണ്ട് 2 പതിറ്റാണ്ടായി മരവിച്ചു കിടന്ന ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെക്കുമ്പോൾ അത് കേവലം ഒരു വ്യാപാര കരാർ എന്നതിലുപരി ഇന്ത്യയും അറബ് ലോകവും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന്റെ പ്രതീകമായി മാറുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ 6 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന കരുത്തുറ്റ സഖ്യമാണ് GCC. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിലും സാമ്പത്തിക വളർച്ചയിലും ഈ രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സുപ്രധാനമായ മാർഗരേഖയിൽ ഇന്ത്യയും GCC പ്രതിനിധികളും ഒപ്പുവെച്ചത് ഒരു നയതന്ത്ര വിജയമായി മാറുന്നു. ഇന്ത്യയും GCCയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ശ്രമങ്ങൾ 2004-ൽ ആരംഭിച്ചതാണ്. തുടർന്ന് 2006-ലും 2008-ലും ചർച്ചകൾ നടന്നുവെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാലും GCC രാജ്യങ്ങളുടെ നയപരമായ തീരുമാനങ്ങളാലും ഇത് പാതി വഴിയിൽ നിലച്ചു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മോദി സർക്കാർ ഗൾഫ് രാജ്യങ്ങളുമായി പുലർത്തുന്ന വ്യക്തിപരമായ ബന്ധങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഈ മഞ്ഞുരുകാൻ കാരണമായി. ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും GCC ചീഫ് നെഗോഷിയേറ്റർ ഡോക്ടർ രാജ അൽ മർസുഖിയും മാർഗരേഖകൾ കൈമാറിയതോടെ ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് പുതിയ ചിറകുകൾ മുളച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ സിംഹഭാഗവും വരുന്നത് GCC രാജ്യങ്ങളിൽ നിന്നാണ്. കരാർ നിലവിൽ വരുന്നതോടെ കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ $178 ബില്യൺ വ്യാപാരമാണ് ഇന്ത്യ GCC രാജ്യങ്ങളുമായി നടത്തുന്നത്. ഇത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ക്രൂഡ് ഓയിലിനും പ്രകൃതിവാതകത്തിനും പുറമെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വലിയ സഹകരണം ഈ കരാറിലൂടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഷീനറി ഭാഗങ്ങൾ എന്നിവയ്ക്ക് ഗൾഫ് വിപണിയിൽ വലിയ ഡിമാൻഡുകളുണ്ട്. നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തപ്പെടുന്ന വലിയ നികുതികൾ കരാറിലൂടെ ഒഴിവാക്കപ്പെടും. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഗൾഫ് വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കും. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് ചുവടുവെക്കാൻ ഇത് വലിയ അവസരമൊരുക്കും. GCC രാജ്യങ്ങളുമായി മൊത്തത്തിലുള്ള കരാറിന് ശ്രമിക്കുമ്പോൾ തന്നെ സൗദി അറേബ്യയുമായി പ്രത്യേക വ്യാപാര ഉടമ്പടിക്ക് ഇന്ത്യ നീക്കം നടത്തുന്നു. സൗദി അറേബ്യയുടെ വിഷൻ 2030-ന്റെ ഭാഗമായി ഇന്ത്യയിൽ വലിയ തോതിലുള്ള നിക്ഷേപം എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അഭിമത രാജ്യ പദവി നൽകുന്നതിലൂടെ വ്യാപാര തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കാൻ സാധിക്കും. നിക്ഷേപ തർക്ക പരിഹാരത്തിന് പ്രത്യേക സംവിധാനം വേണമെന്ന സൗദിയുടെ ആവശ്യം ഇന്ത്യ ഗൗരവകരമായി പരിഗണിക്കുന്നുണ്ട്. പുതിയ വ്യാപാര കരാർ കേവലം കയറ്റുമതി ഇറക്കുമതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, സാധാരണക്കാരായ ജനങ്ങളെ സ്വാധീനിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പരമാധികാര സമ്പന്ന നിധികൾ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി മേഖലകളിൽ വലിയ തോതിൽ നിക്ഷേപിക്കപ്പെടും. ഇത് ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം 90 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് ഈ സാമ്പത്തിക ഐക്യം കൂടുതൽ തൊഴിൽ സുരക്ഷ നൽകും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതോടെ പ്രവാസി നഴ്സുമാരും എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും പുതിയ മേഖലകളിൽ അവസരങ്ങൾ തുറക്കപ്പെടും. UAE-യുമായുള്ള രൂപ, ദിർഹം ഇടപാട് പോലെ മറ്റ് GCC രാജ്യങ്ങളുമായും സമാനമായ രീതിയിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഇത് ഡോളറിന് മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും. ഇത്രയും വലിയൊരു കരാർ പൂർത്തിയാക്കുമ്പോഴും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ഓരോ GCC രാജ്യത്തിനും വ്യത്യസ്തമായ സാമ്പത്തിക മുൻഗണനകളുണ്ട്. സൗദി അറേബ്യ ആവശ്യപ്പെടുന്ന ചില പ്രത്യേക പദവികളും നിക്ഷേപ തർക്ക പരിഹാരത്തിനായുള്ള സ്വതന്ത്രമായ നിയമ സംവിധാനങ്ങളും ഇന്ത്യക്ക് ഗൗരവകരമായി പരിഗണിക്കേണ്ടി വരും. ഇന്ത്യയുടെ ആഭ്യന്തര നിർമ്മാതാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ഈ വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യാൻ. എന്നാൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ചർച്ചകളായതുകൊണ്ട് തന്നെ ഈ തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. അമേരിക്കയുമായും ഓസ്ട്രേലിയയുമായും ഉണ്ടാക്കിയ സമാനമായ വ്യാപാര കരാറുകൾക്ക് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളെയും ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വഴി ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് വേഗത കൂടും. ചൈനയെ മറികടന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറാൻ ഇന്ത്യക്ക് ഈ കരാർ കരുത്തു നൽകും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം കേവലം എണ്ണ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങാതെ വിപുലമായ സാമ്പത്തിക പങ്കാളിത്തത്തിലേക്ക് മാറുന്നത് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കും. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വികസനം മാത്രം ആഗോള തലത്തിലും പ്രാവർത്തികമാക്കുകയാണ് മോദി സർക്കാർ ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ദശകങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി ഗൾഫ് സഹകരണം മാറുമെന്നതിലും തർക്കമില്ല. ഇന്ത്യ GCC സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ കാർഷിക, ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് സമാനതകളില്ലാത്ത വളർച്ചാ സാധ്യതകളാണ് തുറക്കപ്പെടുന്നത്. കേരളത്തിന്റെ കയറ്റുമതി വരുമാനത്തിന്റെ വലിയൊരു പങ്കും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചതുകൊണ്ട് തന്നെ നികുതി ഇളവുകൾ ലഭിക്കുന്നത് സംസ്ഥാനത്തെ കർഷകർക്കും സംരംഭകർക്കും വലിയ ആശ്വാസമാകും. പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. കേരളത്തിൽ നിന്നുള്ള കുരുമുളക്, ഏലം, ഇഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും തേയില, കാപ്പി എന്നിവയ്ക്കും ഗൾഫ് വിപണിയിൽ വലിയ പ്രിയമുണ്ട്.
കരാർ വരുന്നതോടെ ഇവയുടെ ഇറക്കുമതി നികുതി കുറയുന്നത് ആഗോള വിപണിയിൽ കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ വില കുറയാനും ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഗൾഫ് നിക്ഷേപം കേരളത്തിലെ ഫുഡ് പാർക്കുകളിലേക്കും സംസ്കരണ യൂണിറ്റുകളിലേക്കും എത്തുന്നതോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വർദ്ധിക്കും. ഉദാഹരണത്തിന് പഴവർഗ്ഗങ്ങൾ ജ്യൂസായോ പൾപ്പായോ നേരിട്ട് ഗൾഫിലേക്ക് അയക്കാൻ സാധിക്കുന്നത് കർഷകർക്ക് മികച്ച ലാഭം ഉറപ്പാക്കും. കൊച്ചി, വിഴിഞ്ഞം തുറമുഖങ്ങൾ വഴിയുള്ള വ്യാപാരം ശക്തിപ്പെടുന്നത് ചരക്ക് നീക്കം വേഗത്തിലാക്കും. പെട്ടെന്ന് കേടാകുന്ന പച്ചക്കറികളും പഴങ്ങളും തടസ്സമില്ലാതെ ഗൾഫിൽ എത്തിക്കാൻ ന്യൂനതമായ കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഈ കരാർ പ്രേരണയാകും. ചുരുക്കത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് വിപണിയിലേക്ക് നേരിട്ട് പാതയൊരുക്കാൻ ഈ കരാർ സഹായിക്കും. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും.